നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഈ വാക്കുകളെല്ലാം കൂടെ വിവരിച്ച് പറയുന്ന സമയത്ത് എന്നാൽ ഒരു കാര്യം ഓട്ടം മാത്രം പറഞ്ഞ് നിർത്തിയേക്കാം. ഈ പൗലോസ് അഥേനയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് അവിടെ ഈ ഓട്ടം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ ഒളിമ്പിക്സ് നടക്കും. ഞാൻ സ്പോർട്സിൽ കുറച്ച് സമയം വെറുതെ കളഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവം ക്ഷമിക്കട്ടെ. എന്നാൽ സ്പോർട്സ് വളരെ ഇതാ, ക്രിക്കറ്റ്, ടെന്നീസ്, ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്ന അതും എന്തൊക്കെ ആയാലും ഈ ഓട്ടത്തെ കൊണ്ട് ഫലം. അവള് 26 മൈൽ ഓടുന്ന ഓട്ടത്തിന് മാരത്തോൺ ഓട്ടം എന്നാണ് മലയാളികൾ പറയും. ഇവിടെ പറയുന്നത് മാരത്തോൺ ഓട്ടമാണ്. അപ്പൊ ഇതിന് തയ്യാറെടുത്ത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇതിൽ പ്രവേശിക്കാറുള്ളൂ. ക്വാളിഫൈ ചെയ്യാത്തവർ ആരും അവിടെ ഇന്ത്യൻ ആരും ഓടിയിട്ടില്ല. 1984 ഒരാൾ ഓടി 24ാമത്തെ സ്ഥാനത്തോടൊക്കെ വന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ക്രിക്കറ്റിലുണ്ട്. എന്നാൽ അതിനുശേഷം ആരും വന്നിട്ടില്ല. കാരണം ഇത് ക്വാളിഫൈ ചെയ്തെങ്കിൽ അവിടെ എത്തുള്ളൂ. അതിനുശേഷം ഓട്ടം നടക്കുമ്പോൾ നിയമപ്രകാരം മാത്രമേ ഓടാൻ. നിയമം തെറ്റിച്ച് ഓടിയാൽ ഒന്നും കിട്ടിയില്ല. പുതിയ നിയമസഭയ്ക്ക് ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അല്ലാത്ത വല്ല ഉപദേശം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഈ കാലങ്ങളിൽ ഉപദേശത്തിൽ ഒരുപാട് മാറ്റം വരും. കാര്യം ഞാൻ മനസ്സിലാക്കിയത്, nowadays these youngsters used to go for PhD and other things for theological PhD. So they used to write certain articles and theses and their own ideas. Some people accept it. അത് കഴിയുമ്പോൾ പിന്നെ എന്ത് പറ്റുന്നറിയാമോ? അത് നമ്മുടെ ഒരു ഉപദേശമായി മാറും. അങ്ങനെയാണ് ഉപദേശത്തിൽ ഒരുപാട് മാറ്റം വരുന്നത്. പക്ഷെ നിയമപ്രകാരം ഓടിയിട്ടില്ലെങ്കിൽ ഓട്ടം അങ്ങ് അങ്ങേറ്റത്. ചിലർ വിചാരിക്കുന്നു ഞാൻ വളരെ ധൈര്യമായിട്ട് ചെറുപ്പമായിട്ട് ധൈര്യമായിട്ട് ഓടിയത്. അത് ആരോഗ്യത്തോടെ ഓടി. അത് 5 മൈൽ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. 5 മൈൽ ഓടിയത് കൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്ന പലരും 10 മൈൽ ഓടി ക്ഷീണിച്ച് വീണുപോയി. ചിലരെടുത്ത് വെള്ളം എടുത്ത് കുടിക്കുന്ന ചിലർ ഇതൊക്കെ ചെയ്യും. ചിലർ വീണുപോയി, ചിലർ തളർന്നു പോയി. പക്ഷേ 26 മൈൽ തീരുമ്പോൾ അവരൊരു വണ്ടി വെച്ചിട്ടുണ്ട്. ആ വണ്ടിയെ ചെന്ന് മുട്ടി അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണാൻ കിട്ടില്ല, തിരിച്ച് ഇങ്ങോട്ട് വീണാൻ കിട്ടിയില്ല. അപ്പുറത്തോട്ട് വീണാൽ വിരുന്നുപെടാം. ഈ ഓട്ടത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനി ദൈവമക്കളെ വിശുദ്ധന്മാരെ വിളിച്ചത്. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓട്ടം ഓടി തികയ്ക്കണം. 10 മൈൽ ഓടിയത് കൊണ്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒന്നും കിട്ടിയില്ല. 25 മൈലും 7 ഫർലോങ് ബാക്കി എത്ര അടികൾ ഓടിയാലും ഒന്നും കിട്ടിയില്ല. വിരുന്ന് പ്രാപിക്കണമെങ്കിൽ ഓടി തികച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ കഴിയൂ. So I wish to request all the youngsters to run the race according to the word of God and live and shine as the athletes and glorify the name of our Lord, so that others will also follow you. Be models and courageous to say that follow me as I am a follower of Christ. That should be our motto. That should be our way of life. Otherwise, no use. Run the race and complete the race. That's why I'm edifying and requesting all of you, run the race according to the word of God and live and
and glorify the name of God. And God bless all of you.